ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ചിക്കൻ ക്ലീൻ ചെയ്ത് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ പുരട്ടി വയ്ക്കാനായിട്ടുള്ള മസാല നോക്കാം. നല്ല കട്ട തൈര് വേണം. പുളിയില്ലാത്ത കട്ട തൈര് 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തത്. എരിവുള്ള മുളകാണെങ്കിൽ 1 ടീസ്പൂണോ നമ്മുടെ എരിവിനനുസരിച്ച് മതിയായിരിക്കും. ഇപ്പം നമ്മൾ എടുത്ത് വെച്ച മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തു. തൈര് വെള്ളമുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് നന്നായി പുരട്ടി വെച്ചിട്ട് 1 അരമണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 അരമണിക്കൂറെങ്കിലും നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായി ബട്ടർ വേണം. ഇപ്പോൾ ഇത് ഒരു 100 ഗ്രാം ബട്ടറാണ്. ഇത് മുഴുവൻ വേണ്ടി വരില്ല. ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ട് 2 വലിയ സവാള, പിന്നെ മെയിനായിട്ട് വേണ്ടത് നട്ട്സാണ്. കാഷ്യൂ നട്ട്സ് ഒരു 25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, ഇഞ്ചി ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, നല്ല വലിയ പഴുത്ത തക്കാളി 2 എണ്ണം. അത് റെഡ് കളറിലത് വേണം. പുളി ഇല്ലാത്ത തക്കാളിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത ബട്ടറിൻ്റെ ഒരു 1/3 പോർഷനാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് പാനിലേക്ക്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായി ഫ്രൈ ആയി വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കേണ്ടി വരും. പിന്നെ അത്ര ചെറിയ പീസുകളല്ല, ഒരുവിധം വലുപ്പമുള്ള ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അത്രയ്ക്ക് വാടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വാടി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വാടി കിട്ടണം. സവോള അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും നന്നായി ഒന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ മൊത്തത്തിൽ കാശ്മീരി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ മുളകെല്ലാം എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി. ഇനിയിപ്പോൾ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നന്നായി വഴറ്റി നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നമ്മൾ പുരട്ടി വെക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ പുരട്ടി വെച്ചതാണ് ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നീക്കി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം പേസ്റ്റ് ആക്കി എടുക്കണം. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നീക്കി വെച്ച ബട്ടറിൻ്റെ ഒരു 1/2 പോർഷൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർ കുറച്ചും കൂടെ ചേർത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ നമുക്ക് നന്നായി വെന്ത് കിട്ടണം ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട്. ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ചിക്കൻ എല്ലാം വറുത്തെടുത്തത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഗ്രേവിയിലേക്ക് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രേവിയിൽ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറിന്. പിന്നെ വേണ്ടത് കസൂരി മെത്തിയാണ്.
കസൂരി മേത്തി ഇഷ്ടമില്ല, അല്ലെങ്കിൽ കസൂരി മേത്തി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ബട്ടർ ചിക്കന് നല്ലതായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉള്ള ബട്ടറാണിത്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വേറെ ഓയിലൊന്നും ഞാൻ ഇനി ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചതെല്ലാം അരച്ചെടുത്ത പേസ്റ്റാണിത്. തക്കാളിയും നട്ട്സും സവാളയൊക്കെ കൂടെ വഴറ്റി വെച്ചില്ലേ, അതിൻ്റെ പേസ്റ്റാണിത്. അത് ഇതിൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. നല്ല കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി ചൂടായത് വരുന്തോറും കട്ടിയാവും, അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് ലൂസ് പോലെ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ ബൗളൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഓൾറെഡി വെന്തതാണ്, എന്നാലും നമ്മുടെ ഇതിൻ്റെ ഈ അരപ്പിൻ്റെ ഒക്കെ പച്ചമണം മാറാനായിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. സിമ്മിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി വെറുതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം വേറൊരു പാനിലിട്ടിട്ട്. എന്നിട്ടൊന്ന് കൈവച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് അപ്പത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നാനിൻ്റെ ഒപ്പം കുബൂസിൻ്റെ ഒപ്പം അങ്ങനെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇത് നല്ലൊരു ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.